വ്യാഴാഴ്ച ഒരു മിനിറ്റ്. വ്യാഴാഴ്ച ഞാൻ വന്നില്ലേ? എന്തായിരുന്നു? വന്നില്ല. കഴിഞ്ഞ ആഴ്ച ചൊവ്വയും വ്യാഴവും സാറില്ലായിരുന്നു. ചൊവ്വ ഇലക്ഷൻ ആയിരുന്നു, വ്യാഴവും ഇല്ലായിരുന്നു. എന്താണ് വ്യാഴം ഇല്ലാണ്ട് പോയത്? സാറിന്റെ ക്ലാസ് വല്ലാതെ മിസ് ചെയ്തു. അതെ, പകരം ഒന്ന് ആരാ വന്നേ? അപ്പൊ റോസ് മിഷൻ അതല്ല പ്രശ്നം. ഇപ്പൊ മനസ്സിലായി. ഞാൻ ലീവ് ആയിരുന്നില്ല. അതായത് അശ്വതി ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട് ഇല്ല അല്ലേ? അപ്പൊ അശ്വതി ടീച്ചർ കുറച്ചു ദിവസം വന്നില്ലല്ലോ. വന്നില്ല. ടീച്ചർ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ വേറെ ക്ലാസ്സിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ മാറ്റിയിട്ട് ഒരു ക്ലാസ് അങ്ങനെ മാറ്റി കയറിയത്. നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടാ. ഓക്കെ സെറ്റ്. ഓക്കെ. ആബ്സെൻസ് മേക്സ് ഡാഷ് എന്നൊരു വാചകമില്ലേ? നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടില്ലേ? ആബ്സെൻസ് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അപ്പോഴാണ് നമ്മൾ ഇന്റിമസിയുടെ അർത്ഥം അറിയുന്നത്. ശരിയല്ലേ? ആബ്സെൻസ് മേക്സ് ദ മാൻ ഫോണ്ടർ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. യെസ്. ഓക്കെ. നിങ്ങള് അത് വീട്ടിലാന്ന് വിചാരിച്ചു. നിങ്ങള് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ ഭർത്താവുമായിട്ട് തല്ലുപിടിക്കാന്ന് വിചാരിച്ചു. എന്നാലും വൈകുന്നേരം ആകുമ്പോ പുള്ളി വന്നില്ലെങ്കിൽ അത് വേറെ പ്രശ്നമാണ്. അത് വന്നോളണം. തല്ലുപിടിക്കും, ഇതൊക്കെ വേറെ നമ്മൾ ഫീൽ ചെയ്യാറില്ലേ? യെസ്. whenever there is an absence, നമ്മൾ മലയാളത്തിൽ പറയില്ല കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ പേര് അറിയില്ല. യെസ്, കറക്റ്റ് ആണ് അത്. അത് നിങ്ങൾക്കത് മനസ്സിലാവില്ല. ചിലപ്പോൾ കുറച്ച് പേർക്ക് പറയുന്നത് അറിയാൻ പറ്റും. നമ്മളൊരു മരണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടില് ഒരു മരണമൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു, അല്ലെങ്കിൽ അതിന്റെ ശവസംസ്കാരം കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂണറൽ കഴിഞ്ഞു, അതിന്റെ പിറ്റേ ദിവസമൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴാണ് ഭയങ്കരമായ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടും. ഭയങ്കര ശൂന്യത എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇത് രണ്ടും എന്റെ ഫാദറും എന്റെ മദറും മരിച്ചപ്പോഴും ഞാനത് ശരിക്കും അനുഭവിച്ചാണ്. റിയലി മുമ്പ് ഒരു പക്ഷെ രോഗബാധിതയുടെ ആ മുറിയുടെ ആള് ഉള്ളപ്പോ വേറെ ഒരാള് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ പരിപാടികളൊന്നും സജീവമായിട്ടില്ല. അവിടെ മുറിയുടെ ആളുകളെ കൊണ്ടു വന്നു. പക്ഷെ അത് ഇല്ലാണ്ടാകുമ്പോൾ ഭയങ്കരമായ ശൂന്യത പോലെ നടത്തേക്ക് അനുഭവം. യെസ്. അപ്പൊ പിന്നെ അത് നമ്മൾ മറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വയലാർ പറഞ്ഞതുപോലെ മറവിതന്മാരിടത്തിൽ മയങ്ങി കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയെടുക്കും. അങ്ങനെയില്ലേ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ വേണ്ടാന്ന് വെച്ച് മറക്കാൻ ശ്രമിച്ചു മറന്നുവെന്ന് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മറവിതന്മാരിടത്തിൽ മയങ്ങി കിടന്നാലും ഓർമ്മകൾ എത്തി ഉണർത്തിയെടുക്കും. ശരിയല്ലേ? ശരിയാണ് അല്ലേ? ഓക്കെ ഹരിത. കാരണം ഇത്രയും നാളത്തെ നിങ്ങളുടെ ജീവിതത്തിനിടയിലൊക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യെസ്. ഓക്കെ അഫ്താബേ, കറക്റ്റ്. വെരി ഗുഡ്. യെസ്. അപ്പോ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ടെൻസ് ഫോം ആയിട്ടുള്ള സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പിടികിട്ടി. വീണ്ടും നമ്മളതിന്റെ ഡിഗ് നോട്ട് വെച്ച് ഉപയോഗിച്ചു. ഡിഗ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് ടെൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അത് തന്നെ നമ്മൾ ചോദ്യമായിട്ട് ഉപയോഗിച്ചു. ചോദ്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഡിഡ് ആദ്യം വരണം. ഡിഡ് യു ഗോ, ഡിഡ് യു ടേക്ക്, ഡിഡ് യു റീഡ് അങ്ങനെ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ചോദ്യമായിട്ട് മാറുന്നു. നിങ്ങൾ വന്നോ, നിങ്ങൾ ഊണ് കഴിച്ചോ, നിങ്ങൾ ചായ കുടിച്ചോ, നിങ്ങളിത് ഉപയോഗിച്ചോ. അപ്പൊ ഡിഡ് വെച്ച് നമുക്ക് ചോദിക്കാനുള്ള കേസ് നമ്മൾ പറഞ്ഞു. യെസ്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇന്ന് അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. അപ്പൊ നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ
ഇപ്പൊ ഹാസ്, ഹാവ് എന്ന് പറയുന്ന രണ്ട് ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പോ എന്തെങ്കിലും സംഗതികൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് ഐ ഹാവ് എന്നാണ്. ഈ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിൽ നമ്മൾ ഉപയോഗിക്കും. അത് നമുക്ക് അന്നേരത്ത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഹാവ്. ഐ ഹാവ്, ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് ലോങ് ഹെയർ, എനിക്ക് എന്തുണ്ട്, നീളമുള്ള മുടിയുണ്ട്. ഐ ഹാവ് റൗണ്ട് ഫേസ്, എനിക്ക് റൗണ്ട് ഫേസ് ഉണ്ട്. അപ്പോ ഹാവ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ സംഗതിയെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഐ ഹാവ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒന്ന് നോക്കുക, നമ്മൾ ഹാവിനെ മറന്നു പോകരുത്. യെസ്, അപ്പൊ ഹാവിനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു 5 ഐറ്റംസ് നോക്കുക. നിങ്ങൾ അവിടെ ഇന്നും പോകണ്ട, ആ മുറിയിൽ ഇരുന്നിട്ട് അങ്ങനെ ചുറ്റും നോക്കിയാൽ മതി. ഇനി മുറിയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇത് നോക്കിയിട്ട് കണ്ടില്ല എങ്കിൽ ആ ജനൽ വഴി പുറത്തേക്ക് നോക്കുക. അപ്പൊ എന്താണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പോകും. അപ്പൊ ഐ ഹാവ് എ ഗുഡ് ഫ്രണ്ട്. യെസ്, വീണ്ടും നിങ്ങൾ നോക്കി, അപ്പൊ പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോ ഫ്രണ്ടിനെ കാണുന്നില്ല, പക്ഷെ ഒരു അയൽക്കാരന്റെ വീട് കാണാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ഹാവ് എ ഗുഡ് നെയ്ബർ. അയാൾ നല്ല നെയ്ബർ അല്ല, മോശമാണെങ്കിൽ ഐ ഹാവ് എ ബാഡ് നെയ്ബർ എന്ന് പറയാം. അപ്പോ നിങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ട് ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, രസകരമായിട്ടുള്ള നിങ്ങൾക്കുള്ള 5 കാര്യങ്ങൾ കണ്ടെത്തിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് അത് ഡിസ്കസ് ചെയ്യാം. ഐ ഹാവ്. അപ്പോ ഫർസാനെയാണ് ആരംഭിക്കുന്നത്. അപ്പൊ ഫർസാൻ ആലോചിച്ചോട്ടോ. യെസ്, അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ആരാണ്, ഫാത്തിമത്തിന്റെ ഏൽപ്പിക്കുകയാണ്. ഫാത്തിമത്തെ ഓരോരുത്തരും പറയും 5 ഇങ്ങനെ രസകരമായിട്ട് പറയുന്ന ആരാണെന്ന് നോക്കിക്കോളണം. അപ്പൊ ഫാത്തിമത്തും ആഷയെ രണ്ടുപേരെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ പറയണം, അതിനോടൊപ്പം തന്നെ നല്ല വെറൈറ്റി മോഡല് നല്ല രസകരമായിട്ട് പറയുന്നു. അപ്പൊ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് എ ഡെസ്ക്, ഐ ഹാവ് എ ലാപ്ടോപ്പ്. ഓക്കെ വരാം ഒരു മിനിറ്റ്. ഓക്കെ, ഐ ഹാവ് എ ഡെസ്ക്, ഐ ഹാവ് എ ലാപ്ടോപ്പ്, ഐ ഹാവ് എ ടേബിൾ, ഐ ഹാവ് എ ചെയർ എന്നൊക്കെ പറയാം. അതൊക്കെ നമുക്ക് കോമൺ ആയ സംഗതി. അതല്ലാതെ രസകരമായിട്ട് പറയാൻ പറ്റും. ഞാൻ എന്റെ മനസ്സിൽ കാണുന്ന ഒരു സംഗതിയുണ്ട്, അത് ആരും പറയുമെന്ന് നോക്കട്ടെ. യെസ്, അത് എനിക്ക് ഓക്കെ, ഞാൻ പറയണില്ല. ക്ലൂ ഇട്ട് നിങ്ങൾ ആ വഴിക്കൊക്കെ പോകും. ചിലപ്പോ ഒന്നും തന്നെ പേര് പറയുമായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ രസകരമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരില്ല, അത് എടുക്കണ്ട, നിങ്ങൾ ആലോചിക്കും ഒന്നും വെറൈറ്റി പിടിക്കാനായിട്ട്. ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ എഴുതുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു സീനൊക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചിന്തിച്ചിരിക്കും, ഇത് മാറ്റിയിട്ട് ഇത് എങ്ങനെ മാറ്റാൻ പറ്റും, ഇത് ഈ സിറ്റുവേഷനിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെ പിന്നെ ആലോചിച്ചോണ്ടിരിക്കൂലേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വെറൈറ്റി ആയിട്ട് പിടിക്കും. യെസ്, ഓക്കെ, ഞാൻ ഫർസാനൊക്കെ ഒന്ന് വെറൈറ്റിയിലോട്ട് പോകാനുള്ള ഗ്യാപ്പ്, ഒരു സമയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് നീട്ടി പിടിച്ചത്. അപ്പോ നമ്മളിന്ന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ള ഒരു 5 ഐറ്റംസ്. ആ ഹാവിനെ നമ്മൾ മറക്കാതിരിക്കാം. ഇങ്ങനെ ഞാൻ ഓരോ ഓപ്ഷനും പറയുമ്പോൾ കൊണ്ട് വരും. യെസ്, ഹാവ്, ഐ ഹാവ്. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾക്ക് പറയേണ്ടി വരുമ്പോൾ അത് പറയാം ഐ ഹാവ്. യെസ്, യെസ്, ആരാണ് ഫസ്റ്റ്? ഓക്കെ, ഹരിത റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഫർസാന, അപ്പൊ ഹരിത ഇങ്ങനെ ഒരു വന്നത് കൊണ്ട് ഹരിതയ്ക്ക് ശേഷം ഞാൻ ഫർസാനയിലേക്ക് വരാം. ഓക്കെ, യെസ്, ഫർസാന വിളിക്കുകയാണ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്, ഹരിത ഹലോ, പറഞ്ഞോളൂ ഹരിത, ഈ സ്റ്റാർട്ട്. ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. I have a good neighbor. ഒരു മിനിറ്റ്, ആശ ഫാത്തിമത്തെ വെറൈറ്റി പിടിച്ചോളെ. യെസ്, ഓക്കെ. I have a bed. I have a bed. I have a sweet memories. Yes, I have sweet memories. കൊള്ളാം. I have sweet dreams. Yes. I have 2 children. Yes, I have. അപ്പൊ എ വേണ്ട, കാരണം 2 കുട്ടികളാവുമ്പോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടത്തും. അപ്പോ എ കളഞ്ഞേക്കാം. ഐ ഹാവ് 2 children. കറക്റ്റ്. ഓക്കെ. അതിനകത്ത് സ്വീറ്റ് മെമ്മറീസ്, പിന്നെ സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ. അത് രണ്ടും എനിക്ക് വെറൈറ്റി പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഫീൽ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. I have a
I have a chair. യെസ്. ഇത് അവിടെ ഇരുന്നോട്ട് നോക്കിയത് അല്ലേ? യെസ്. I have a chair, sir. Enough. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് ഹരിത, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ വെറൈറ്റി പോകേണ്ട രീതി പിടിക്കുകയല്ലോ. ഫർസാന, you go. Okay. I have some interesting books. I have some interesting books. Yes. I have my accessories. I have my accessories. I have my sister. I have a sister. Okay. I have a laptop. I have a Um, laptop. I have my own garden. My own garden. Yes. Okay, then I have an interesting face. I have an interesting place. Mm, I have a watch. Yes. That's it, sir. Okay, very good, very good. Okay, Farsana. Very good, very good, very good. Yes, and Asha കഴിഞ്ഞാൽ 10 മിനിറ്റ് വരാം കേട്ടോ. Yes. Okay. I have a lot of plans in my life. I have a lot of plans in my life. അല്ലേ? Very good, very good. I have most beautiful moments in my life. I have unforgettable, beautiful moments in my life. Okay, very good, very good. Yes. I have one child. I have one child. Yes. I have a short hair. I have short hair. Yes. I have a best friend. I have a best friend. I have a small eyes. I have small eyes. Very good. I have a Okay. toe. I have a toe. ഞാൻ അഞ്ചെന്നുള്ളത് പറഞ്ഞ 5 ഇപ്പൊ 7 ആയാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു. Yes. I have a tortoise ring. Yes. Then okay sir, അത്രയും മതി. Okay, very good, very good, Asha. Very good, very good. Okay. അപ്പൊ ആഷയുടെ ഇത് പിടിച്ചോളേ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആഷനെയാണ് നമ്മള് ചെക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നതിൽ ഒരാള്. ഓക്കെ ഓക്കെ, ഞാൻ വരുന്നുണ്ട്. ഓക്കെ, വരുന്നുണ്ട് കേട്ടോ. യെസ്. അപ്പൊ ഇനി അടുത്തത് ഫാത്തിമ. ഫാത്തിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർവതിയിലോട്ട് വരാം. ഓക്കെ. യെസ്, പറഞ്ഞോളൂ. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. I have 3 children. I have 3 children. Yes. I have an ambition. I have an ambition. Oh, very good, very good, very good. Ambition പറയണ്ട. അപ്പൊ അത് ഞങ്ങൾ Okay. I have chubby cheek, Yes. and I have my own vegetable എന്താ പറയാ ഗാർഡൻ പറയാ എന്താ പറയാ സാർ എനിക്ക് അത് അറിഞ്ഞൂടാ. I have my own vegetable garden. Yes. Okay. Then I have sweet memories. Yes, I have sweet memories. Very good. I have an laptop. Yes. It's enough. Oh, very good. I have sweet memories. അല്ലേ? മധുരിക്കും ഓർമ്മകൾ. മധുരിക്കും ഓർമ്മകളെ മലർവഞ്ചിൽ കൊണ്ടുവരും. കൊണ്ടുപോകൂ ഞങ്ങളെ ആ വരിയെന്ന് പറഞ്ഞു. മാഞ്ചത്തോപ്പ്. Yes. മാഞ്ചുവട്ടിൽ. മാഞ്ചുവട്ടിൽ. Okay, okay, okay. Very good, very good. Yes. അപ്പൊ ഇനി അടുത്തത് പാർവതി പറഞ്ഞല്ലോ. പാർവതി. Sir. ഞാൻ ഹസീബിലോട്ട് വരാം കേട്ടോ. ഓക്കെ. I have a beautiful hair. I have. അപ്പൊ വേണ്ട. I have beautiful. നിങ്ങൾ നോക്കണം, എഴുതാൻ പറ്റാത്ത സംഗതിയാണെങ്കിൽ എടുത്തിട്ട് അവതരിക്കാം. Okay. Okay. I have beautiful hair. I have good character. I have good character. Very good. I have a good job. I have a good job. Yes. I have 2 children. Yes. Okay. I have a scooty. I have a scooty. I have a one house. I have Own house, like a സ്വന്തം വീട്. Yeah. സ്വന്തം വീട്. I have OWN, own house. Okay. okay. That's all. Oh, very good, very good. Parvati. Very good, very good. Here is. ഹസീബ. ഹസീബ കഴിഞ്ഞാൽ വരാട്ടോ. ഹസീബ കുറച്ച് നേരമായി. ഞാൻ പറഞ്ഞു വരുന്നു അല്ലേ? Good afternoon, sir. Yes. Good afternoon, sir. Good afternoon. Okay. I have beautiful husband. Yes, I have beautiful husband.
I have 3 sons. Yes. I have lovingful father and mother. Yes. Shweta, I പറഞ്ഞോ. have long nose. I have long nose. Oh, yes. I have a cat. I have a cat. Very good, very good. Very good, okay. Thank you, sir. Very good. ഇത് സൗന്ദര്യം പറയാൻ പെട്ടെന്ന് ശ്വേത ചെയ്യാൻ പറ്റും. സൗന്ദര്യത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്ന ഒരു സംഗതിയാണ് ഇത്. ലോങ് നോസ്, ഡയാനയുടെ കണ്ണുകൾ, കോപ്പിന്റെ നെറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മറന്നുപോയി. ഇപ്പൊ ഈ ലോങ് നോസ് എന്ന് പറഞ്ഞിട്ട് 5 ഐറ്റം പറയുന്നുണ്ട്. യെസ്, അപ്പൊ 5 ഐറ്റത്തിൽ ഒന്നതാണ്. ഒന്ന് ഡയാനയുടെ കണ്ണുകളാണ്, അവർക്ക് ഓർമ്മിട്ട്. യെസ്, ഓക്കെ. ശ്വേത പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം മറ്റോട്ട് വരും. ശ്വേത. I have a beautiful family. I have a beautiful family. Yes. I have a lot of weakness. Yes. അത് character. I have a lot of weakness. Okay. Very good. I have long hair. I have a long hair. I have more concentrate my work. Yes, I have more concentration on my work. I have a cute daughter. Yes. That's all. അതിനകത്ത് പറഞ്ഞില്ലേ, I have more weakness. എനിക്ക് ഒരുപാട് weakness എന്ന് പറഞ്ഞില്ലേ. നമ്മളെ കുറിച്ച് ഓക്കെ, വെരി ഗുഡ്. അത് നമ്മുടെ കഴിവുകേടും രണ്ടും നമ്മൾ അറിയണം. കഴിവ് മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ, നമുക്കറിയാം എവിടെയാണ് നമ്മൾ പരാജയപ്പെടുക എന്നുള്ളത്. ഷാനി, ഞാൻ വന്നോളാം. യെസ്, ഓക്കെ. Okay, very good. Okay. Hasiba, very good. Then, Nandini പറഞ്ഞോളൂ. Good afternoon, sir. Yes, good afternoon. I have a shelf full of variety books. I have a shelf full of variety of books. Very good. I have plenty flowers in my garden. Yes. I have a beautiful family. Yes. I have a naughty pug. Yes. I have a lovable parents. Yes. I have a supportive friend. Yes. I have a courageous daughter. Yes. I have short and curly hair. Very good. Okay. Continue. That's all, right? That is all. Okay. Yes. Okay. Very good. Yes. Then, Rahana. Good afternoon, sir. Yes, good afternoon. I have 2 butterfly-like daughters. Yes. Oh, very good. And okay, I have bed. അപ്പൊ ആ ബെഡിനൊന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്. ഇവിടെ ഒരു വാക്ക്. I have 2 butterfly-like daughters. Yes. Okay. I have a small nose pin. Yes. I have a handsome husband. Yes. I have a heaven-like family. Yes. I have some favorite pets. Yes. I have a dream. Yes. Very good. I have a dream. അപ്പോ ആ ഡ്രീം എന്ന് പറഞ്ഞ വേർഡിന്റെ എനിക്ക് മനസ്സിലായി. കാരണം ആ ഡ്രീം എന്ന് പറയുമ്പോ ആ വേർഡിന് രഹന അറിയാതെയാണെങ്കിൽ ഒരു സ്ട്രെസ് കൊടുത്തു. That means that is our determination. അതാണ് നമ്മുടെ നിശ്ചയത. I have a dream. എനിക്കൊരു സ്വപ്നമുണ്ട്. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്ന വാക്കുകൾക്കിടയിലൂടെ വായിച്ചു പോകാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ പറയുന്നതിൽ നിങ്ങൾ മഗ്മൂലിയായിരിക്കണം. നിങ്ങളോട് പറയുന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാൾ നിങ്ങളോട് പറയുന്നത് സത്യസന്ധമായിട്ടാണോ, മനസ്സിൽ വേറൊന്നും വിചാരിച്ചിട്ടിങ്ങനെ, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. യെസ്. അപ്പോ ആ ഡ്രീം എന്ന് പറഞ്ഞപ്പോ അറിയാതെയാണെങ്കിൽ എങ്ങനെ അവിടെ എന്ത് ചെയ്തു പോയി, ഒരു സ്ട്രെസ് കൊടുത്തു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ ഡ്രീമിനോട് എത്രമാത്രം നിശ്ചയദാർഢ്യം പുലർത്തുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. രഹന, ലെറ്റ് യുവർ ഡ്രീം ബി ഫുൾഫിൽഡ്. രഹനയുടെ സ്വപ്നം. യെസ്. ഇനി അടുത്തത് ഷാനി. Hello, sir. ഓക്കെ, ഷാനി ഫിറോസ്. ഓക്കെ, ഷാനി പറഞ്ഞോളൂ. ഞാൻ ഷാനിന്ന് വിളിച്ചു നോക്കൂ. Okay. First of all,
thank you for giving me this opportunity. Oh, thank you. Welcome. Yeah. I have a goal that's to become financially independent. Yes, very good, very good. I have many plans to do for my goal. Yes. Planning is not a guarantee of success, so we should work for it. Okay, okay, very good, very good, very good. I have a talent that I Yes. draw face by using mehendi. Yes. So I started. So I have a YouTube channel. Oh, you have a YouTube channel. Very good. Yes, yes. അതിന്റെ ലിങ്ക് ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങോട്ടൊക്കെ അതിന്റെ ഈ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? കൂട്ടുകാർക്ക് ഇങ്ങോട്ടൊക്കെ? No. Yes. Yes. Okay. So I have an image of how to get more views and become successful in that field. Oh, yes. Okay, okay, okay. Thank you, sir. That's all. That's all. അപ്പോ ഷൈനിക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇവിടെ ആവിന്റെ ഉപയോഗം വന്നപ്പോഴല്ലേ ആ സംഗതി പുറത്തേക്ക് വന്ന്. യെസ്. അപ്പൊ ഷൈനിക്ക് കുറച്ചധികം വ്യൂവേഴ്സിനെ കിട്ടണമെങ്കിൽ ആ ലിങ്ക് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. ഇവിടെ നിന്നൊക്കെ ഒരു വിചാരിച്ചിട്ടാണ്. യെസ്, ഓക്കെ ഓക്കെ. ഇപ്പൊ തന്നെ നമ്മൾ എത്ര പേരുണ്ട്? 34 പേരുണ്ട്. യെസ്, അവരുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് വീണ്ടും ആൾക്കാരുണ്ട്. I have also one YouTube channel. രണ്ടാമത്തെ ആള് വന്നിട്ടുണ്ട്. ആശ പറയുന്നു. യെസ്, അപ്പൊ അതിൻ്റെ അകത്തുള്ള യൂട്യൂബ് ചാനൽ ആഷയുടെ വരുന്ന ഐറ്റംസ് അല്ലെങ്കിൽ എന്തിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് യൂട്യൂബ് ചാനൽ വരുന്നത്? വിഷയം Cooking in my lifestyle. Okay. Cooking and lifestyle. ഷാനി ഫിറോസിന്റെ എന്താണ്? Sir, I draw face by using mehendi. Yes. Yes. Okay, 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 okay. കണ്ടാ ഇതിന്റെ വെറൈറ്റികളാണല്ലോ നിങ്ങൾ എന്താ പറയാ ഈ HA23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഭകളുടെ ക്ലാസ് ആണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി ആരാണ് പറയുന്നത്? ഫാത്തിമത്തെ, ആർ യു റെഡി? ഞാൻ പറഞ്ഞിരുന്നു. അല്ല, അത് ഫാത്തിമ. യെസ്, ഇവിടെ ഫാത്തിമത്ത് വേറെ എടുത്തില്ലേ? യെസ്, ഓക്കെ, ഫാത്തിമ പറഞ്ഞിരുന്നു. ഫാത്തിമത്ത്. യെസ്, ഷി വിൽ കം. മെർലിൻ, ആർ യു റെഡി? Yes, sir. പറഞ്ഞോളൂ. I have a pooky friend. Yes, okay. I have a cute pet. Yes. I have a rose color salwar in my shelf. Oh, I have a rose color shalwani. Yes. Okay, where are you parking it? Okay. I have a golden garment. Golden garment. അപ്പൊ വേണ്ട, കുറച്ചധികം ഉണ്ടാവുമ്പോ കളഞ്ഞേക്ക്. ഗോൾഡൻ ഗാർമെന്റ്സ്. Yes, sir. I have a happiness in my life. Yes, I have happiness in my life. Then I have beautiful garden. I have a beautiful garden. I have a good and colorful umbrella. Yes. Colorful umbrella. Oh, yes, very good. Adu aari parayathe umbrella. Yes, okay. I have a good atmosphere. Yes, good and peaceful atmosphere. Very good. That's all, sir. That's all. Very good, very good, very good, very good. Yes. Very good, very good. Yes. Okay. Merlin, very good, very good. ഇനി പറഞ്ഞോളൂ. നേരത്തെ കണ്ടുപോലെ പുഷ്ടൽ പുള്ള് കണ്ടില്ലല്ലോ. പോന്നോട്ടെ. ഐ ഹാവ് വെച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്നിട്ട് പറഞ്ഞോളൂ. മക്കുമോൾ പറഞ്ഞോളൂ. Yes. Hello. Yes, പറഞ്ഞോളൂ. Sir, I have a good teacher. I have a good teacher. I have 2 kids. 2 kids. I have a music troupe. I have a music troupe. You have a music troupe. Yes. അപ്പൊ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യട്ടെ. ഓക്കെ, അത് നോട്ട് ചെയ്തോട്ടെ ഫാത്തിമ. Yes, okay, continue. Then
I have my own house. I have own house. Okay, very good. I have a good husband. Yes, Thank you. thank you. Yes. Okay. Yes. അപ്പൊ നേരത്തെ പറഞ്ഞ മ്യൂസിക് ട്രൂപ്പില്ലേ, അതിനെ കുറിച്ച് പറഞ്ഞ എന്താണ്, എങ്ങനെയാണ്, പേരെന്താണ്, എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ. അത് ഞാനൊരു വണ്ടലടിച്ചതായിരുന്നു. എന്തോ? അത് ഞാൻ വണ്ടലടിച്ചത് വിടല് വെറുതെ പറഞ്ഞതായിരുന്നു. അതൊന്നും അല്ല അല്ലേ? അങ്ങനെ അറിയപ്പെടുന്ന ഒരു ഇതൊന്നല്ല. ചെറിയ കല്യാണങ്ങൾ അങ്ങനെയുള്ള പോകുള്ളൂ. കല്യാണം അത് തന്നെയല്ലേ. വണ്ടർ അടിച്ചല്ല എന്ന് ഞങ്ങൾക്ക് ആ ഡയലോഗിൽ തോന്നി. കാരണം ആ ഫസ്റ്റ് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള ആ കമന്റിലും ആ സംഗതി ഉണ്ടായിരുന്നു. യെസ്. അപ്പൊ വണ്ടർ അല്ലാതെ ഞങ്ങൾക്കറിയാം. കല്യാണങ്ങൾക്ക് പോകുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പ്, അത് നയിക്കുന്നത് ആരാണ്? താങ്കളാണോ? എന്താ? അതിന്റെ മെയിൻ ആണ് താങ്കളാണോ? അല്ല, എന്റെ കുഞ്ഞുപ്പയാ. യെസ്. ഓക്കെ. എന്താണ് അതിന്റെ പേരെന്താണ് ട്രൂപ്പിന്റെ? പേരൊന്നുമില്ല, ചെറിയൊരു ഗ്രൂപ്പ് പറയാറ്. നിങ്ങൾ മൊത്തം എത്ര പേരുണ്ട് അതിന്റെ ആ ട്രൂപ്പില്? മൊത്തം ഒരു 7 പേരിലാണ്. 20 പേര് കാണും. യെസ്. അപ്പൊ ആ 20 പേരിൽ ഒരാള് മക്കുവാണ് അല്ലേ? 20 അല്ല, 7 പേര്. 7 പേര് അല്ലേ? യെസ്. അപ്പോ നിങ്ങള് മ്യൂസിക് മാത്രമുള്ള വേറെ വല്ലതും ഉണ്ടോ? ഡാൻസ്? ഇല്ല. ഡാൻസ് എന്ന് പറയുമ്പോ പാട്ട് പാടുമ്പോ ചെറിയ സ്റ്റെപ്പ് ഇടുക, അങ്ങനൊക്കെ തന്നെ ഉള്ളൂ. ഏറ്റവും അവസാനത്തെ പരിപാടി എന്തായിരുന്നു? എന്താ? ഏറ്റവും അവസാനം നിങ്ങൾ നടത്തിയ പരിപാടി എന്തായിരുന്നു? ഞാന് പ്രഗ്നന്റ് ആയതിനു ശേഷം പോയിട്ടുണ്ടായില്ല. ഡെലിവറി അപ്പോ അവര് പാടുന്ന പാട്ടുകളിലും മക്കു അതിനകത്ത് പങ്കെടുത്തുള്ള പാട്ടുകളിലും മക്കുവിന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു? ഞാൻ മാപ്പിളപ്പാട്ടിന്റെ ആളാ. മാപ്പിളപ്പാട്ട് ഏതായിരുന്നു മക്കുവിന് ഇഷ്ടപ്പെട്ട മാപ്പിളപ്പാട്ട്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ്? മലർക്കൊടിയെ. മലർക്കൊടി ഞാൻ പുഴയരികെ പോയി വളർന്നു വരും കണ്ട് അവളുടെ സുന്ദരമാ ഇത് റെഡിയാക്കി വെച്ചോട്ടോ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫുൾ ആയിട്ട് റെഡിയാക്കി വെച്ചോട്ടോ. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞത് അച്ചിട്ടത് പോലെ H23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഭകളുടെ ക്ലാസ് ആണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. തകർത്തു. വെരി ഗുഡ്. യെസ്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ കാര്യം അതൊക്കെ പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് ഒരു വേദിയല്ലേ ഇത്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ആണെന്ന് വിചാരിക്കണ്ട, ഇംഗ്ലീഷ് ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ് ആണെന്ന് വിചാരിച്ചു. യെസ്, തകർത്തു. ഓക്കെ. കാരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു വഴിക്ക് നടക്കും, അതൊക്കെ അത് വഴിക്ക്. എന്നാലും ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു സമയമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തും. നിങ്ങൾക്ക് അതിനുള്ള സമയവും കാലവും കിട്ടുന്ന എങ്ങനെ വന്നു കഴിഞ്ഞാലും എന്താ പറയാ, കുറച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ പോകും, നമ്മളെ കുറിച്ചുള്ള ഓർമ്മകൾ പോകും. നമുക്ക് ശേഷമുള്ള തലമുറ ചിലപ്പോൾ വേണമെങ്കിൽ ഓർക്കും, ഇന്നൊരാള്. അതിനുശേഷമുള്ളവര് നമ്മൾ ഓർക്കില്ല, കാരണം അവരെ സംബന്ധിച്ച് നമ്മൾ ഒരു പരിചയമില്ലാത്ത ആളുകളാണ്. യെസ് അല്ലെ? ഇപ്പൊ ഞാൻ തന്നെ മരിച്ചു പോയി കഴിഞ്ഞാല് കുറച്ച് നാൾ നിങ്ങൾ അറിയുമ്പോൾ എന്ന് പറയും, അത് ജോബ് സാറൊക്കെ ഉണ്ടായിരുന്നു, അത് അതോടുകൂടി കഴിഞ്ഞു അല്ലെ? ചിലപ്പോൾ പറയാറുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ 7 ദിവസം മരിച്ചവരെ കുറിച്ച് ഓർക്കാം. 7 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരെ കുറിച്ച് ഓർക്കുക എന്നുള്ളതല്ല, ആ മരിച്ചവരുടെ അഭാവത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. യെസ്. അപ്പൊ അതുകൊണ്ട് മക്കുവാൻ വെരി ഗുഡ് കേട്ടോ.
അപ്പൊ അതൊക്കെ പൊടി തട്ടിയൊക്കെ എടുത്ത് വീഡിയോ റെഡിയായിട്ട് ഉഷാറായിട്ട് അടുത്ത ക്ലാസ് നമുക്ക് റെഡിയാക്കി. യെസ്. അപ്പൊ അത് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന കാര്യം ഞാൻ ആരാണ് ഫാത്തിമത്തിനെ തന്നെ ഏൽപ്പിക്കണം കേട്ടോ. യെസ്. അപ്പൊ പറഞ്ഞോളൂ അടുത്ത കാരണം. യെസ്. രണ്ടു പോയിന്റ് എന്തോ 2 പോയിന്റ് പറഞ്ഞോട്ടെ, 2 പോയിന്റ്സ് കൂടെ പറഞ്ഞു. ഓക്കെ 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 വേണ്ട. ഹരിതക്ക് മനസ്സിലെ പുതിയ പുതിയ ഐഡിയാസ് വന്നതിനകത്തേക്ക് അറിയാം. യെസ്. ഓക്കെ ഹരിത, യു കണ്ടിന്യൂ. I have a short hair. I have short hair. I have a small eyes. I have small eyes. I have an ambition. I have an ambition. I have a phone. I have a phone. Mobile phone. Yes. I have a small toys. I have small toys. I have a lot of planning lives. Yes. I have a lot of plan in my life. Yes. Okay, sir. Enough. Very good. Very good. Very good. Very good. Okay. 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 Ini Daisy Cletus. Good afternoon, sir. Yes. Good afternoon. Parjolu. Parjolu. I have good parents. I have good parents. Are this? Yeah. Yes, Yes. sir. Very good. I have a sweet smile. I have a sister. Yes. I have a sweet smile. Yes. I have a caring sister. Yes. I have no appointment. Yes. I have transfer from here to Ernakulam. Yes. എറണാകുളത്ത് എവിടെ ഇങ്ങോട്ട് വരുന്നത്? Ernakulam, Trikakara, Kakanad. കാക്കനാട്. എന്താണ് കോൺഗ്രിഗേഷന്റെ പേര്? Sisters of Charity of Our Lady of Good and Perpetual Succor. Yes. Okay. 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 It is originated from? Sorry. എവിടെ നിന്നാണ് രൂപീകൃതമായിരിക്കണ ഈ കോൺഗ്രിഗേഷൻ? Italy. Italy. Yes. Who is your patron? Perpetual Succor. Patron, it is one lady from Mauritius, Mother Augustine. Yes. 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 Very good. Very good. Very good. Okay. അപ്പോ നമ്മുടെ ഡേസി സിസ്റ്റർക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? യെസ്. അപ്പൊ ഇനി കാക്കനാട് പോയി കഴിഞ്ഞാല് ആളവിടെ ഉണ്ട്. യെസ്. ഓക്കെ. ഓക്കെ. നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ആൾക്കാർ ഇന്ത്യൻ സ്ഥലത്തുള്ളത്. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് നമുക്ക് സ്വയം പലതും വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. യെസ്. ഓക്കെ. 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 വെരി ഗുഡ്. സജിന. സജിന. യെസ്. Good afternoon, sir. പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. പറയൂ സജിന. 5 ഐറ്റംസ് സജിനക്ക് പറയാൻ പറ്റുന്ന 5 ഐറ്റംസ് പറയും. I have a lot of hope for the future. Yes. I have a sister. I have a sister. Yes. I have to focus on my career goals. Yes. I have to focus on my career goal. Very good. I have a headache. I have headache. ആരും പറയാത്ത സെക്രട്ടറിയാണ് പറഞ്ഞത്. I have headache. ഈ തലവേദനയുണ്ട്. Yes. ശരണ്യ റെഡി ആയിക്കോളൂ. ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. That's all, sir. That is all. Okay. 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 Very good. Very good. Very good. Very good. Yes. Sharanya, are you ready? ടൈപ്പ് ചെയ്തോളൂ. ശരണ്യയുടെ മൈക്ക് ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ്. യെസ്. അപ്പൊ ശരണ്യ പറയുന്നു I have got an opportunity to attend job sir class. Oh, Sharanya, very good. Thank you for your compliment. Yes. അടുത്തത് I have a rude mother-in-law. കേൾക്കണ്ട കേട്ട് ഞാൻ പണി കിട്ടും. I have a rude mother-in-law. Very good. വെറൈറ്റി ഇത്രയും ലെവല് പോകുന്ന ഞാൻ വിചാരിച്ചില്ല. ഓക്കെ. 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 അപ്പൊ മേടിക്കേണ്ട ശരണ്യക്ക് ധാരാളം സപ്പോർട്ടേഴ്സ് ഉണ്ട്. കേട്ടോ? ഓക്കെ. 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 ശരണ്യ, യു കണ്ടിന്യൂ. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. യെസ്. ഓക്കെ. ഹരിത. അപ്പൊ ഹരിതയുടെ മകള് ശബരിമലക്ക് പോകുന്നുണ്ട്. വെരി ഗുഡ്. വെരി ഗുഡ്. യെസ്. പ്രേ ഫോർ us. അപ്പൊ ശരണ്യ വീണ്ടും പറയുന്നു I have 2 sweet sisters. ഓക്കെ ശരണ്യ.
Then അഞ്ചെണ്ണമായിട്ട് പോന്നോട്ടെ, ഇനിയുള്ളത് പോന്നോട്ടെ. യെസ്, വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ യു. കണ്ട, ഞങ്ങൾ ഷൈനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി എന്താണ് വരാൻ പോകുന്നത് നോക്കിയിരിക്കുന്നത്. യെസ്, അത്ര ഉള്ളോ ഇനിട്ടോ? ശരണ്യ ടൈപ്പ് ചെയ്തോണ്ടിരിക്കും അല്ലേ? യെസ്, യെസ്. അപ്പൊ I have a good human being. Yes. Okay. Sharanya, next. അപ്പൊ നമുക്ക് ശരണ്യക്ക് ടൈം കൊടുക്കാം. ഒരു മിനിറ്റ് ചിലപ്പോ ടൈപ്പ് ചെയ്തോണ്ടിരിക്കും. യെസ്. അപ്പൊ ശരണ്യയുടെ മൈക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ശരണ്യ ടൈപ്പ് ചെയ്യാൻ നേരത്തെ മെസ്സേജ് ഇട്ടത്. യെസ്. അപ്പൊ ശരണ്യ വീണ്ടും പറയുന്നു, ഐ ഹാവ് എ ലവ്ലി ഫ്രണ്ട് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 23 ബാച്ച്. ഓ യെസ്. ഓക്കെ, ശരണ്യ നമ്മൾ വിചാരിച്ചിട്ട് എവിടെയൊന്നും ഇല്ലട്ടാ. ബിയോണ്ട് അവർ വിഷൻ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ അപ്പുറത്താണ്. ശരി. അതാണ് ഹസീബ. വെരി ഗുഡ്. യെസ്. ഇനിയുണ്ടോ ശരണ്യ? ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്. വെരി ഗുഡ്. ശരണ്യ, ഐ അപ്രീഷിയേറ്റ് യുവർ സെൻസ് ഓഫ് ഹ്യൂമർ. നിങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലേ, അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വെരി ഗുഡ്. യെസ്. ഓക്കെ. ഇപ്പൊ ചിരിച്ചുകൊണ്ടായിരിക്കും ശരണ്യൊക്കെ ടൈപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ വാച്ചിട്ട് ഇത് നോക്കിയിരുന്നു. ഐ അപ്രീഷിയേറ്റ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഓക്കെ. യെസ്. ഓക്കെ. അതിന്റെ അഭിനന്ദനം അറിയിച്ചേക്കുന്നു. യെസ്. ഓക്കെ. നമ്മൾ നോക്കാൻ ഏൽപ്പിച്ച ഫാത്തിമത്തിനെ കാണാനിട്ടില്ല. ഫാത്തിമത്തില്ലായെങ്കിലും ആശയുണ്ട് കേട്ടോ. വെറൈറ്റി പിടിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരെ ഏൽപ്പിച്ചതില് ഫാത്തിമത്തുണ്ടായിരുന്നു, ആശയുണ്ടായിരുന്നു. യെസ്. ഓക്കെ. ആശയുണ്ടല്ലോ, മതി. യെസ്. ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? ഞാനാണ്. ഐ ഹാവ് വെച്ച് പറയാനായിട്ട് ധൈര്യസമേതം ഐ ഹാവ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, പ്രസിദ്ധ പറഞ്ഞോളൂ. ആൻഷി അടുത്ത് കഴിഞ്ഞാല് ആൻഷി വന്നോളൂ. യെസ്, പറഞ്ഞോളൂ പ്രസിദ്ധ. ഐ ഹാവ് ഗുഡ് ഫ്രണ്ട്സ്. യെസ്. ഐ ഹാവ് ഗുഡ് പാരന്റ്സ്. യെസ്. ഐ ഹാവ് എ ഗുഡ് നെയ്ബർ. യെസ്. I have a car. Yes. I have 2 daughters. Yes. Very good. Okay, very good. ഇനി പ്രസിദ്ധക്ക് ശേഷം പറഞ്ഞതാണ് ആൻഷി. ഓക്കെ. പേര് പെട്ടെന്ന് വിട്ടു. ആൻഷി. ഓക്കെ, പറഞ്ഞോളൂ ആൻഷി. I have a naughty husband. I have a naughty husband. Very good. I have a chudidar that I made myself. Oh, very good. സ്വന്തമായിട്ടുണ്ടാക്കിയ ചുരിദാറൊക്കെ കേട്ടോ. Yes, very good. Yes. I have 17 steps to climb to my house. 17 steps. Yes, sir. Yes. Okay, good. So where is your house? In which district? Kollam Anchal. Oh, very good. Yes. 17 steps. അപ്പൊ മുട്ടുകാരുള്ളവര് ആൻഷിയോട് പോകണ്ട. യെസ്. ഓക്കെ. Okay, I have my own wild boats here on our farm. Yes. Okay. I have a good mother-in-law. Yes, I have a good mother-in-law. Yes. I have a good sleep. I have a good sleep. Yes. I have a teddy bear. I have a teddy bear. I have a laptop. I have a laptop. That's all, sir. Very good. Yes. Okay. നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ട് പറയാനുണ്ടെങ്കിൽ ഒരു അവസരം അറിയാതെ വെക്കുന്നു. യെസ്, അവസരങ്ങൾ തരിക എന്നുള്ളത് മാത്രമാണ് എന്റെ ജോലി. അത് ഉപയോഗപ്പെടുത്തേണ്ടത് ആരാണ്? നിങ്ങളാണ്. ഇനി ആർക്കാണ് പറയേണ്ടത്? ഐ ഹാവ് വെച്ച് പറയാനായിട്ട് ഇപ്പൊ രണ്ടുപേർക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യം നമ്മൾ അറിഞ്ഞു.
ഒരാൾക്ക് മ്യൂസിക് ട്രൂപ്പുള്ള കാര്യം നമ്മൾ അറിഞ്ഞു. യെസ്, ഒരാൾക്ക് ട്രാൻസ്ഫർ ആയ കാര്യം നമ്മൾ അറിഞ്ഞു. ഒരാളുടെ വീട്ടിലേക്ക് കയറണമെങ്കിൽ 70 സ്റ്റെപ്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു. യെസ്, അതുപോലെ ഓക്കെ. നസിയ, are you ready? പറഞ്ഞോളൂ നസിയ. I have a beautiful home. Yes. I have a sweet mom. Yes. I have no father. Yes. I have a lot of work to do. Yes. I have no job. Yes. Very good. Very good. Continue. 2 cute girls. Yes. That's all, sir. Very good. Very good. Yeah. Yes. Very good. Very good. Very good. Yeah. Sir, may I? Yes, with the pleasure. Okay, continue. I have lots of responsibilities. I have a lot of responsibilities. Okay. I have 2 siblings. Yes. It's enough. That's only. That's all. Okay. രണ്ടെണ്ണം കൂടി പറയാതെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. യെസ്, ഫൈനൽ ടച്ച്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇനി ആരാണ്? ഫാത്തിമത്തെ ഇതിന്റെ ഇടയ്ക്ക് പോയോ? അപ്പൊ ഇതിന്റെ അകത്ത് വെറൈറ്റി പിടിക്കാൻ പറഞ്ഞിരുന്നല്ലോ, നല്ല നോക്കിയിട്ടുണ്ടാവും എനിക്കറിയാം. യെസ്, അപ്പോ ആശയ്ക്ക് ആരൊക്കെയാണ് കുറച്ചുകൂടി വെറൈറ്റി? ഒന്നിലധികം പേര് വന്നിട്ടുണ്ട്. അപ്പൊ ആശയുടെ കൺസെപ്റ്റ് ആരൊക്കെയാണ് വന്നേക്കണേ? 4-5 പേരെ എഴുതി നോക്കി വെറൈറ്റി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു, ആരൊക്കെയാണ്? രഹന, ഷാനി, ഫിറോസ്, പിന്നെ മെർലിനാണെങ്കിൽ കുറച്ചും കൂടെ സെന്റൻസ് ഒക്കെ അല്ലല്ല, അത് ഷാനി ഫിറോസ് ആയിരുന്നു, കുറച്ചും കൂടെ സെന്റൻസ് ഒക്കെ പറഞ്ഞു. സെലീന സിറാജ് ഞാൻ പറയാം കേട്ടോ. ഓക്കെ. മെർലിനും ശരണ്യയും ആൻഷിയൊക്കെ കൊള്ളായിരുന്നു, പാർവതി ഒക്കെ കൊള്ളായിരുന്നു. ഇനി ശരി, കണ്ടിന്യൂ, പറഞ്ഞോളൂ. അല്ല, ഞാൻ വെറൈറ്റി എഴുതി വെച്ചേക്കുന്നത് രഹനായും ഷാനി ഫിറോസും പിന്നെ നന്ദിനിയൊക്കെയാ. ഫാത്തിമത്തിന്റെ കൺസെപ്റ്റ് ആരൊക്കെയാണ് വന്ന്? ഫാത്തിമത്ത് വരുമെന്ന് വിചാരിക്കാം. യെസ്, അപ്പൊ ഒരാളും കൂടി പറയാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സെലീന. Sir. Yes. Good afternoon, sir. Yes. I have a lovely. Continue. I have a lovely husband. Yes. I have 3 children. ശരണ്യ പറഞ്ഞായിരുന്നു, ഞാൻ ശരണ്യയുടെ പേര് പറഞ്ഞായിരുന്നു. ഓക്കെ, ശരണ്യയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പേടിക്കണ്ട. ശരി. I have a lovely husband. Okay. I have 3 children. Yes, I have 3 children. I have no money. I have no money. Oh, variety. Yes, okay. I have a stomach pain. I have stomach pain. Yes. I have a car. Yes. I have a good family. Yes. I have a sweet mother. Yes. I have a good family. Yes. I have a Yes. I have a correct ആണ്, പറഞ്ഞോളൂ. No problem. I have a dream home. Yes, okay. Then next. ഇനിയുണ്ടോ സെലീന?
Okay, have very a good, very good, very good. I have a twin. Yes. And Last തുടക്കത്തിൽ എങ്ങനെയാണോ മൊബൈൽ പിടിച്ചത് അതുപോലെ പിടിക്കും. ലാസ്റ്റ് ആയപ്പോ ചെറുതായിട്ട് കട്ടായി പോകുന്നു. ഹരിത അത് വെറൈറ്റി ആയിട്ടാണ് പറഞ്ഞത്, പേടിക്കണ്ട. യെസ്, ഓക്കെ 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 യെസ്. തുടങ്ങി വെച്ചതല്ലേ പറയാം. ആ പറയട്ടോ. പറഞ്ഞോളൂ. I have some financial problems. Yes, okay. I have some painful moments in sometimes. Yes, I have some painful moments in my life. Okay. Okay. I have a scooty. I have a scooty. I have a cute little baby girl. Yes. I have a more trophy in my music. Yes. That's all, sir. Oh, very good, very good, very good, Asha. Very good, very good, very good. Salina, correct ആയിരുന്നു പറഞ്ഞത്. ഭംഗി ലാസ്റ്റ് വന്നപ്പോഴാണ് എന്തോ ചെറിയൊരു വിട്ടു പോവുകയായിരുന്നു. യെസ്, ബാക്കി എല്ലാവരും കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇനിയിപ്പോ നമുക്ക് 4 മിനിറ്റ് കൂടെ, അപ്പൊ വേറെ സംഗതിയിലോട്ട് പോകുന്നില്ല. അപ്പൊ നമുക്ക് ഇത് തന്നെ ഫിനിഷ് ചെയ്യും. ഇനി ആരാണ് ഒരു 2-3 പേര് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിനിഷ് ആവും. യെസ്, ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞത് വെറൈറ്റി ആയിരുന്നില്ല. എന്താ ചോദിച്ചേ? വെറൈറ്റി ഒന്നും ഇല്ലായിരുന്നോ ഞാൻ പറഞ്ഞതില്? ആയിരുന്നില്ല എന്നല്ല, ആയിരുന്നു എന്നാണ് പറഞ്ഞത്. യെസ്, നോ പ്രോബ്ലം. യെസ്, ഓക്കെ ഓക്കെ. ഇതൊരു മത്സരമുണ്ടെന്ന് വിചാരിക്കേണ്ടത്. ഇത് ഒരു ഫ്രണ്ട്ലി മാച്ച് അല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. ഡോണ്ട് വറി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ആസിഫ പറഞ്ഞോളൂ. I have a business. I have a business. Yeah, I have a business. Okay, 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 okay. ഞാൻ പെട്ടെന്ന് റെസിഡൻസ് എന്നാണ് കേട്ടത്. സോറി, അത് ഞാൻ ചോദിച്ചേട്ടാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കണ്ടിന്യൂ. I have a new apartment. Yes, I have a new apartment. Very good. I have a new car. I have a new car. I have a good job. Jobs are class. Okay, I have a good job there. വേറെ ജോലി കിട്ടിയിട്ടുണ്ട്. Okay, okay, okay. Variety. രണ്ടാമത്തെ ആളാണ്. So thank you for your compliment. Yes, Asif, continue. I have a good class, Smartstreet. Yes, I have good class in Smartstreet. Very good. I have a music listen. Yes, I have a listening mind. Okay. Okay. Okay, that's all. Very good, very good, very good. Okay, 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 okay. എപ്പോഴെങ്കിലും ആസിഫിന് പറയാൻ പറ്റും. I have the happiest moment in the hospital administration course എന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മൾ പറയും, ഇത് നമുക്ക് ചർച്ചയുടെ ഒരു ദിവസം വരുന്ന വിഷയമാണ് the happiest moment that I experienced in my life. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ച ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു നിമിഷം, അത് നമുക്ക് പറയാം. അത് നമുക്ക് വേറെ ദിവസം പിടിക്കാം. ഇപ്പൊ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ടെൻഷൻ പഠിച്ചു പോകുന്നതിനൊപ്പം തന്നെ നമ്മളിങ്ങനെ പറയാനായിട്ടുള്ളൊരു ധൈര്യം കാണിക്കണം. യെസ്, നിങ്ങള് ഇതേപോലെ ഒപ്പം നിന്നാൽ കുറച്ചാളെ ഡെവലപ്പ് ചെയ്തെടുക്കാം. MT9 ക്ലാസ് അവസാനിച്ചു. MT9 മോണ്ടിസോറിയുടെ ബാച്ച് അവസാനിച്ചു. അപ്പോ അവർക്ക് പിന്നെ 10 മാസമാണ് കോഴ്സ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിന്റെ അന്ന് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ 10 മാസം നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചു, എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉള്ളതായിട്ട് വന്നാൽ എന്ത് തോന്നിയോ എന്നൊക്കെ അവരോട് ചോദിച്ചു. അപ്പൊ എനിക്ക് വളരെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി, അത് വളരെ പാവമായിട്ടൊരു കുട്ടിയാണ്. അപ്പൊ അത് വളരെ സത്യസന്ധമായ അതിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഇവളെ അപ്പൊ അത് പറഞ്ഞതാണ്, സാറേ എന്റെ വീട്, ആ വീടും ആ 4 ചുമരുകൾക്കുള്ളിലല്ലാതെ എനിക്ക് വേറൊരു ലോകം ഉണ്ടായില്ല. എനിക്ക് വേറെ ഒന്നും അറിയാനും പാടില്ല, വേറെ ഒന്നും ഞാൻ സംസാരിക്കാറില്ല, പറയാറില്ല. അവിടെ നിന്ന് ധൈര്യസമേതം പറയാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വന്നത് ഈ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണം.
അപ്പൊ എന്റെ വീടിന്റെ 4 ചുവരുകളിൽ ഞാൻ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ഇതൊക്കെ പറ്റുമെന്നൊരു തോന്നല്. ആദ്യത്തെ ഒരു പ്രാവശ്യം ഞാൻ ഇതൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വന്നു ജീവിതത്തില്. അതെ, ഒരു ചെറിയ ഇൻസിഡന്റ് വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നേരം 26 യെസ്. അപ്പൊ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്നു, ആര് അവരവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയും. അതാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് ഹൂ വിൽ ടെൽ ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ് എന്ന് ആര് പറയും എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ ആരുടേത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് കേട്ടില്ല. പക്ഷെ ലാസ്റ്റ് ഞാൻ വന്നിട്ട് വരേണ്ട സെന്റ് ഞാൻ പേടിക്കണ്ടേ. യെസ്, ഞാനൊരു ബിൽഡപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വരാന്ന് ചോദിച്ചായിരുന്നു എവിടെ പൊട്ടിച്ചത്. അപ്പോ ലാസ്റ്റ് വന്നപ്പോ സലീന കറക്റ്റ് ആയിട്ടത് പറഞ്ഞു കേട്ടോ. അതാണ് ഞാൻ ചിന്തിച്ചത്. ബാക്കിയുള്ള ആൻഷി പറഞ്ഞപ്പോ ലവ്ലി എന്നുള്ളതിനെ പകരം നോട്ടി എന്നാക്കിയത് മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹസീനയും പറഞ്ഞു. ഹസീന പറഞ്ഞപ്പോ അത് ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹസ്ബൻഡ് എന്നാക്കിയത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹസീനയുടെ ഹസ്ബൻഡ് നല്ല സുന്ദരനായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, അതിന് ബ്യൂട്ടിഫുൾ ഹസ്ബൻഡ് എന്നാക്കിയതാണ്. അതുപോലെ തന്നെ രഹന പറഞ്ഞപ്പോഴും എന്ത് പറഞ്ഞു, ഐ ഹാവ് എ ഹാൻസം ഹസ്ബൻഡ് എന്നുള്ളത് പറഞ്ഞിരുന്നു. മക്ക് പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു ഐ ഹാവ് എ ഗുഡ് ഹസ്ബൻഡ്. ഞാൻ അതാണ് മനസ്സിൽ ചിന്തിച്ചത്. ആര് പറയും ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ്? ഞാൻ ചിന്തിച്ചു, ലവ്ലി ഹസ്ബൻഡ് പറഞ്ഞു വന്നിരുന്നു. സോ ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് സൂക്ഷിക്കാൻ പറ്റുന്നതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. We will meet in the next class. Okay, bye. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Okay.